വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത്. കുറേ വീഡിയോസ് ഇതുപോലെ ഷൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഒന്നും തന്നെ ഇട്ടിട്ടില്ല. ഷൂട്ട് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ഞാൻ വേണ്ട എന്ന് വിചാരിച്ച് അങ്ങനെ ഇടാതെ പോകും. അപ്പോൾ ഇതിപ്പോൾ എൻ്റെ ഒരു സെൽഫ് കെയറിൻ്റെ ഒരു ഭാഗമായിട്ട് ഞാൻ ചെയ്യുന്നതാണ്. സ്ട്രെസ്സൊക്കെ മാറാൻ വേണ്ടിയിട്ട് എനിക്കിഷ്ടമുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യാം എന്ന് വിചാരിച്ചു. അപ്പോൾ അതിലൊന്നാണ് ഇങ്ങനെ വീഡിയോ എടുക്കലും എഡിറ്റ് ചെയ്യലും അങ്ങനത്തെ പരിപാടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്ന് ഞങ്ങൾ പുറത്ത് പോയി വന്നേ ഉള്ളൂ. വന്ന് സാധനങ്ങളൊക്കെ ഇങ്ങനെ എടുത്തു വെച്ചപ്പോൾ എന്നാൽ ഒരു ഹോൾ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ യൂഷ്വലി വാങ്ങിക്കുന്നതിനേക്കാളും കൂടുതൽ സാധനങ്ങൾ ഇപ്രാവശ്യം വാങ്ങിച്ചു. സോ എന്നെക്കുറിച്ച് ഒരു ബാക്ക്ഗ്രൗണ്ട് പറയാമല്ലേ. സോ എൻ്റെ പേര് ജീൻ. നിങ്ങൾക്കറിയായിരിക്കും, അറിയാത്തവരുണ്ടാവും. ഞാനിവിടെ മാസ്റ്റേഴ്സ് ഇൻ സോഷ്യൽ വർക്ക് പഠിക്കുക JCUവിൽ. ഞാൻ ബാച്ചിലേഴ്സ് ചെയ്തത് ഫിസിയോതെറാപ്പിയിലാണ്. കഴിഞ്ഞിപ്പോൾ ഞാനിവിടെ രജിസ്റ്റേർഡ് ഫിസിയോ ആണ്. സോ ദാറ്റ്സ് ദ ബാക്ക്ഗ്രൗണ്ട്. പിന്നെന്താ എന്നെക്കുറിച്ച് പറയാം. എനിക്ക് വരയ്ക്കാൻ ഇഷ്ടമാണ്. പിന്നെ ഐ ലൈക്ക് മൈ പേഴ്സണൽ സ്പേസ്. പിന്നെ കുറച്ച് ആങ്സൈറ്റി ഒക്കെ ഉള്ള കൂട്ടത്തിലാണ്. അപ്പോൾ പ്ലേസ്മെൻറ്റും ജോലിയും എല്ലാം കൂടെ ഇപ്പോൾ നമ്മൾ ഇൻ്റർനാഷണൽ സ്റ്റുഡൻ്റ് ആണല്ലോ. ആഴ്ചയിൽ 7 ദിവസം ജോലി ചെയ്യും. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യണമല്ലോ. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ഞാൻ സെറ്റ് ചെയ്തതാണ്. സോ അപ്പോൾ ഇന്ന് വാങ്ങിച്ച സാധനങ്ങൾ എന്താണെന്ന് കാണിക്കാം. ഞാൻ കുറച്ച് ആർട്ട് സപ്ലൈസാണ് വാങ്ങിച്ചത്. സോ നമ്മൾ ഭയങ്കര സ്ട്രെസ്സൊക്കെ ആയിട്ടിരിക്കുന്ന സമയത്ത് കുറച്ച് വരയ്ക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ വരയ്ക്കുക. ഞാൻ കുറച്ച് പെയിൻറ്റിങ്സൊക്കെ ചെയ്തു, അത് ഞാൻ വഴിയെ കാണിക്കാം. എനിക്കൊരു ആർട്ട് പേജൊക്കെ ഉണ്ട് ഇൻസ്റ്റഗ്രാമിൽ, ആർട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞിട്ട്. ഞാൻ ബാച്ചിലേഴ്സ് പഠിക്കുന്ന സമയത്ത് തുടങ്ങിയതാണ്. അതിൽ നിന്ന് കുറച്ച് കമ്മീഷൻ വർക്കൊക്കെ, അന്നത്തെ എൻ്റെ പോക്കറ്റ് മണി അങ്ങനെ ഞാൻ വരച്ച് ഇങ്ങനെ കൊടുത്ത് അങ്ങനെയൊക്കെ ആയിരുന്നു. പപ്പേനെ വീട്ടിൽ ബോധർ ചെയ്യാതെ എങ്ങനെ കാശുണ്ടാക്കാം അങ്ങനത്തെ ഒരു പരിപാടിയൊക്കെ ആയിരുന്നു. പിന്നെ അത് കുറച്ചാൾ കഴിഞ്ഞപ്പോൾ അതൊക്കെ അങ്ങനെ പോയി. നമ്മളത് ശ്രദ്ധിക്കാതെയായി. ഇടയ്ക്കിടയ്ക്ക് വല്ലപ്പോഴും വീഡിയോ ഇടും. പിന്നെ ഇങ്ങോട്ടും കൂടെ വന്നപ്പോൾ പിന്നെ അതിനൊന്നും ടൈം കിട്ടുന്നില്ല. കാശുണ്ടാക്കാനുള്ള ഓട്ടത്തിലായിരുന്നു. ഇപ്പോൾ ഫൈനലി ഫീസൊക്കെ അടച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യാമെന്ന് ചോദിച്ചു. അതിലൊന്നാട്ടോ ഇത്. സോ ഞാൻ കുറച്ച് ആർട്ട് സപ്ലൈസ് കുറച്ച് കൂടുതൽ വാങ്ങിച്ചു. ഇവിടെ എൻ്റെ ഹസ്ബൻഡിനോട് ഡേവിസിനോട് പറഞ്ഞപ്പോൾ പുള്ളിക്ക് ഞാൻ പെയിൻറ്റ് ചെയ്യുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇവിടെ അങ്ങനെ കുറച്ച് പെയിൻറ്റിങ്സ് ഒക്കെ വരച്ച് വെച്ചത് ഭയങ്കര എന്താ പറയുക നല്ല രസമുണ്ട്. എന്നെ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ഒക്കെ ചെയ്യും. അപ്പോൾ എന്നാൽ എനിക്ക് വരയ്ക്കാൻ ഇഷ്ടമാണ്. പക്ഷേ സാധനങ്ങൾക്കൊക്കെ ഇച്ചിരി റേറ്റ് കൂടുതലായതുകൊണ്ട് അതാണ് പിന്നെയും വാങ്ങിക്കാനൊക്കെ മടിയായിരുന്നേ. പക്ഷെ ഇപ്രാവശ്യം അങ്ങ് പോയി അങ്ങ് ലാവിഷായിട്ട്, വേറെ കൂടുതൽ ഷോപ്പിംഗ് ഒന്നും ഞാൻ ചെയ്യാറില്ല. അപ്പോൾ എന്നാൽ ലാവിഷായിട്ട് അങ്ങ് കാശ് അങ്ങ് സ്പെൻഡ് ചെയ്തു. ആംബുലൻസ് പോകുന്നുണ്ട്, കേൾക്കണ്ടോ? എനിവേ, സോ ഞാൻ എന്തൊക്കെ വാങ്ങിച്ചതെന്ന് കാണിക്കാം. ആദ്യം ഏറ്റവും കുഞ്ഞ ക്യാൻവാസിൽ നിന്ന് തുടങ്ങാം. സോ ഞാൻ 2 ടൈപ്പ് ക്യാൻവാസ് വാങ്ങിച്ചു. ക്യാൻവാസ് പാനലും പിന്നെ സ്ട്രെച്ച്ഡ് ക്യാൻവാസ്. സ്ട്രെച്ച്ഡ് ആണെന്നുണ്ടെങ്കിൽ ഹാർഡായിരിക്കില്ല. സോ ഏറ്റവും കുഞ്ഞ് ക്യാൻവാസ് ദ ക്യൂട്ട് 2. സോ ഇതിന് എനിക്ക് തോന്നുന്നു $3 അങ്ങനെ എത്രയും കണ്ടായി. $1 എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു 50 രൂപ നമ്മുടെ നാട്ടിലെ. ഓക്കെ, സോ 50-55. അപ്പോൾ അങ്ങനെ 2 വാങ്ങിച്ചു. പിന്നെ അടുത്ത സൈസ് വാങ്ങിച്ചത് ഇതാ. സോ ഇത് 3 ഒരു പാക്കറ്റാണ്. അപ്പോൾ ഇത് പാനലാണ്, മറ്റേത് സ്ട്രെച്ച്ഡാണ്. അപ്പോൾ സ്ട്രെച്ച്ഡിൽ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഹാർഡല്ലായിരിക്കും. അപ്പം നമ്മളിങ്ങനെ വരച്ചിട്ടാണ് പെയിൻറ്റ് ചെയ്യുന്നത്. ചുമ്മാ വെറുതെ പെയിൻറ്റ് ചെയ്യുന്നതല്ല, വരച്ചിട്ട് പെയിൻറ്റ് ചെയ്യുമ്പോൾ ആ ഒരു എന്താ പറയുക ഹാർഡിന് ഇങ്ങനെ തുളഞ്ഞു പോകത്തില്ല, എന്നാലും ഒരു ഇത് വേറൊരു ഫീലാണ് ഇത് വരയ്ക്കുമ്പോൾ. പക്ഷെ ഇതാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ബുക്കിൽ വരയ്ക്കുന്ന ആ ഒരു ഇതിൽ നമുക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഇതിൽ വെച്ചിട്ടോ എന്താണെന്ന് വെച്ചാൽ വരയ്ക്കാം. അപ്പോൾ ഇത് അടുത്ത സൈസ്. ഞാൻ ഇതുപോലത്തെ 2 വാങ്ങിച്ചു. അപ്പോൾ ഇതിപ്പോൾ 6 ഉണ്ടായി, 3 3 6. പിന്നെ അടുത്ത സൈസ് 8x8 ഇഞ്ചിൻ്റെ സെയിം ലൈക്ക് പാനലാണ്. ഇത് 2 മറ്റേത് 3 ആണെങ്കിൽ ഇത് 2 അങ്ങനത്തെ 2 വാങ്ങിച്ചു. പിന്നെ അത് കഴിഞ്ഞു. മറ്റേ 8x8 ഇഞ്ചായിരുന്നു, ഇത് 8x10 ഇഞ്ചാണ്. അപ്പോൾ ഇത് മോണ്ട് മാട്ടെ, എനിക്ക് എൻ്റെ പ്രൊനൗൺസിയേഷൻ അറിയില്ല. ഇത് വേറെ ഏതോ ഒരു ലാംഗ്വേജാണ്. ഇറ്റാലിയൻ ആണോ എന്നൊരു സംശയമുണ്ട്. എൻ്റെ മുകളിലൊരു വരയൊക്കെ ഉണ്ട്. എൻ്റെ ഫ്രണ്ട് സ്റ്റെഫി, അവളിത് കാണുകയാണെങ്കിൽ പറയും ഇത് ഇറ്റാലിയൻ ആണോ ആയിരുന്നു. അപ്പം അങ്ങനത്തെ ഇത് 2 ഒരു സൈസ്. ഇത് 1 വാങ്ങിച്ചുള്ളൂ ഞാൻ.
പിന്നെ ഒരു സർക്കിൾ, എനിക്കിങ്ങനെ സർക്കിൾ ക്യാൻവാസ്, റൗണ്ട് ക്യാൻവാസ് ഭയങ്കര ഇഷ്ടമാണ്. ഇത് രണ്ടെണ്ണത്തിൻ്റെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിന് ഇച്ചിരി റേറ്റ് കൂടുതലായിരുന്നു, 11x8 ഇഞ്ച്, മേ ബി ഡയമീറ്റർ ആണിത്. അപ്പം ഇതെനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ ഇതുവരെ റൗണ്ട് ക്യാൻവാസിൽ വരച്ചിട്ടില്ല, അപ്പോൾ പ്രാവശ്യം വരയ്ക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതൊന്ന്. പിന്നെ ഞാൻ കറുത്തിരിക്കുന്നുണ്ടോ? ഇവിടെ ഓസ്ട്രേലിയൻസിൻ്റെ കളർ ഇതാണ്. ഓക്കെ, സോ പിന്നെ അടുത്ത സൈസ് 30x40 സെൻറ്റിമീറ്റർ. ഇത് സ്ട്രെച്ച്ഡ് ക്യാൻവാസാണ്, കണ്ടോ? ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ഇതുപോലെ. അപ്പോൾ ഇവിടെ നിന്ന് ഇതൊരു ഒരു പെട്ടിക്കകത്ത് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് വെച്ചേക്കുന്ന ക്യാൻവാസ് തുണിയില്ലയോ, അത് സ്ട്രെച്ച് ചെയ്തേക്കുന്നതാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു സൈസ് ഉണ്ടായിരുന്നേ, ഇത് രണ്ടെണ്ണം. പിന്നെ ലാസ്റ്റത്തെ ഒരു വലിയ ക്യാൻവാസാണ് ഇതാണ് ഞാൻ വാങ്ങിച്ചതിൽ ഏറ്റവും വലുത്. ഇതിലും വലിയ ക്യാൻവാസുകൾ ഉണ്ടായിരുന്നു കേട്ടോ, എൻ്റെ സൈസുള്ള ക്യാൻവാസൊക്കെ ഉണ്ടായിരുന്നു. ഞാനൊന്നും എടുത്തില്ല, എന്തിനാ വെറുതെ. ആദ്യം ഇതൊക്കെ ചെയ്തിട്ട് പിന്നെ പതിയെ എക്സിബിഷനൊക്കെ വെച്ചതിന് ശേഷം വലിയ ഇതിലൊക്കെ വരയ്ക്കാം എന്നൊക്കെ ചോദിച്ചു. ആയിരണോ എന്താണേലും അതൊക്കെ എൻ്റെ ഫ്യൂച്ചർ ഡ്രീംസ് ആട്ടോ. ഇത് 40x50, ഇതാണ് ഞാൻ വാങ്ങിച്ചതിൽ വലുത്. ഇതാണ് ക്യാൻവാസസ്. പിന്നെ അല്ലാതെ ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചേ. സോ ഇത് ഓയിൽ പേസ്റ്റൽസ് എന്ന് പറയുന്നത് നമ്മുടെ ക്രയോൺസ് ഇല്ലേ, ക്രയോൺസ് പോലത്തെ തന്നെ. അപ്പോൾ നമ്മൾ ഇപ്പോൾ അക്രിലിക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു മീഡിയം ചെയ്തതിന് ശേഷം മിക്സ്ഡ് മീഡിയം ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് ഒന്നെടുത്തിട്ട് നമ്മൾ പണ്ടൊക്കെ ഔട്ട്ലൈൻ വരയ്ക്കാറില്ലേ, അതുപോലെ അല്ലാതെ ടെക്സ്ചർ ആഡ് ചെയ്യാനൊക്കെ ഇങ്ങനത്തെ സാധനങ്ങൾ ഭയങ്കര നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ ഞാൻ 2 അക്രിലിക് കളേഴ്സ് വാങ്ങിച്ചു. അക്രിലിക് വൈറ്റും ബ്ലാക്കും, ഏറ്റവും എസെൻഷ്യൽ ഇതാണ്. പിന്നെ എൻ്റെ കയ്യിൽ എല്ലാത്തിൻ്റെയും ചെറിയ ട്യൂബ്സ് ഉണ്ട്. അപ്പം ഏറ്റവും ആവശ്യമുള്ളത് വൈറ്റാണ്. അപ്പോൾ പിന്നെ ഞാൻ ബ്ലാക്കും കൂടെ വാങ്ങിച്ചു. പിന്നെ അതുപോലെ തന്നെ ഒരു ബ്ലാക്ക് ഡബിൾ സൈഡഡ് ഡ്യുവൽ ടിപ്പ് ആർട്ട് മാർക്കർ എന്നാ പറയുന്നത്, കാണാമോ? ഇതൊന്ന്. പിന്നെ ഞാൻ എന്തിനാ വാങ്ങിച്ചതെന്ന് എനിക്ക് അറിയാൻ പാടില്ല, കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചു. ഞാനല്ലല്ലോ കാശ് കൊടുക്കുന്നത്. ഓക്കെ, സോ ഇത്രയും സാധനങ്ങളാണ് വാങ്ങിച്ചത്. പിന്നെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പെയിൻറ്റിങ് കാണിച്ചു തരാം. ഞാൻ ചെയ്ത് കഴിഞ്ഞൊരു പെയിൻറ്റിങ് കാണിച്ചു തരാം. ഓക്കെ, ഫസ്റ്റ് ഞാൻ പിന്നെ ഈ ഒരു സ്റ്റാൻഡ് കൂടെ വാങ്ങിച്ചേ, കാരണം എനിക്ക് പെയിൻറ്റിങ്സ് ചെയ്തിട്ട് ഇതിങ്ങനെ വെക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനത്തെ എനിക്ക് 2-3 കൂടെ വാങ്ങിക്കണം. ആകെ 2 ഉണ്ടായിരുന്നുള്ളൂ, ഒരെണ്ണം എടുത്തുള്ളൂ. എല്ലാം കൂടെ ഒരുമിച്ച് വാങ്ങിച്ചാൽ അവിടെ ഒരാൾ ഞാനൊരു ഓണത്തിന് വാങ്ങിച്ചോളാൻ പറഞ്ഞതാ എന്നും പറഞ്ഞുകൊണ്ട് നീ കട മൊത്തം വാങ്ങിക്കുകയാണോ എന്ന് ഒരു പ്രാവശ്യം പറഞ്ഞായിരുന്നു. അപ്പം ഞാൻ പിന്നെ ഒന്ന് അടുത്ത പ്രാവശ്യം വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. സോ ഞാനിപ്പോൾ ചെയ്തൊരു വർക്കാണ്, കാണാമോ? സോ ഇതിൽ ഞാൻ ഈ സണ്ണില്ലയോ, സണ്ണ് ഗ്ലിറ്റർ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇത് കാണാൻ പറ്റുമോയെന്ന് എനിക്കറിയത്തില്ല, കാണാമോ? ഞാൻ റീസെൻ്റ്ലി ചെയ്തതാണ്, കഴിഞ്ഞിട്ടില്ല, ഫിനിഷിങ് ഇനിയും ഉണ്ട്. ഞാൻ ഇങ്ങനെ പെയിൻറ്റിങ്സ് ഇങ്ങനെ ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ വല്ലപ്പോഴും എടുത്ത് ഇങ്ങനെ വർക്ക് ചെയ്ത് അങ്ങനെയാണ് ചെയ്യുന്നത്. ഒറ്റയടിക്ക് ഞാൻ ചെയ്ത് തീർക്കാറില്ല. എനിക്ക് പെട്ടെന്ന് ഇതിങ്ങനെ ഇരിക്കണമെന്നും അന്നാ ഇത് ചെയ്തേക്കാൻ തോന്നും, അങ്ങനെ ചെയ്തതാണ്. സോ ഞാൻ ആദ്യം ഇത് ബ്ലൂ ഫ്ലവേഴ്സ് ആയിരുന്നു കൊടുത്തത്. അപ്പോൾ ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ ബ്ലൂം കൂടെ വന്നപ്പോൾ ഇത് കാണാൻ പറ്റുന്നില്ല. എന്നിട്ട് പിന്നെ ഞാൻ വൈറ്റ് കളറ് ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ കൊടുത്തു. അതെനിക്ക് ഒരു ദിവസം ഇങ്ങനെ ഇരുന്നപ്പോൾ തോന്നിയതാണ്. സ്കൈ ബ്ലൂ കൊടുത്തു, ഇനി എനിക്ക് വൈറ്റ് കൊടുക്കണം, അങ്ങനെയൊക്കെ. സോ ഇതാണ് സംഭവം ഞാൻ ചെയ്തത്. കുറേ പെയിൻറ്റിങ്സ് ഞാൻ ബുക്കിലും ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ പിന്നെ ഒരു ദിവസം കാണിച്ചു തരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ശരി, ബൈ ബൈ.